ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ജെറുസലേമിലെ സിറ്റി ഹാൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ കാൽവരി പള്ളിയിലേക്ക് പോകുന്നത്, ആ പോകുന്ന വഴിയും അവിടുത്തെ കാഴ്ചകളുമാണ് ഞാൻ കാണിക്കുന്നത്. കാരണം അങ്ങോട്ട് പോകാൻ എല്ലാവർക്കും ഒന്നും വഴി അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡമാസ്കസ് ഗേറ്റിൽ നിന്ന് എങ്ങനെയാണ് കാൽവരി പള്ളിക്ക് പോകുന്നത്. ഇത് വേറെ സ്ഥലത്ത് നിന്ന് പോകുന്നതാണ്. 3-4 വഴിക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിലൊരു വഴിയാണ്. അപ്പോൾ നമുക്കിതിലെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കൂടുതൽ നടക്കുവാനുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. രണ്ട് സൈഡിലും കച്ചവടക്കാരൊക്കെ ആയിട്ട് നല്ല മനോഹരമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ഇപ്പോൾ ഞാൻ പോകുന്നത് ജാഫ ഗേറ്റ് വഴിയാണ്. കേട്ടോ, ഇവിടെ ഐ ലവ് യു ജെറുസലേം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അടുത്ത ഗേറ്റാണ് ജാഫ ഗേറ്റ്. ജാഫ ഗേറ്റിൽ കൂടെയാണ് പോകുന്നത്. ജാഫ ഗേറ്റിൽ കൂടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ കോട്ടമതിലിൻ്റെ ഉള്ളിൽ മൊത്തം 4 ക്വാർട്ടേഴ്സായിട്ടാണ് തിരിച്ചേക്കുന്നത്. ക്വാർട്ടർ, അതിൽ ഒരു ക്വാർട്ടർ അർമേനിയൻ ക്വാർട്ടർ, ജൂയിഷ് ക്വാർട്ടർ, മുസ്ലിം ക്വാർട്ടർ ആൻഡ് ക്രിസ്ത്യൻ ക്വാർട്ടർ, അങ്ങനെ 4 ക്വാർട്ടേഴ്സാണുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് അർമേനിയൻ ക്വാർട്ടേഴ്സ് ടച്ച് ചെയ്ത് ക്രിസ്ത്യൻ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ കാൽവരി പള്ളിക്ക് പോകുന്നത്. ഇത് കോട്ടമതിലിൻ്റെ പുറത്തുകൂടി ഒരു 100 മീറ്റർ നടക്കാനുണ്ട്. അത് കഴിഞ്ഞാലാണ് ജാഫ ഗേറ്റ് എത്തുക. അപ്പോൾ നിങ്ങളെല്ലാവരും പോകുന്ന വഴിയും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക. എല്ലാവർക്കും അറിയാം, കാൽവരി പള്ളി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ യേശുവിൻ്റെ കുരിശുമരണം നടന്ന സ്ഥലമാണ്, യേശുവിനെ അടക്കിയ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ അവിടെ കാണുവാനും വിസിറ്റ് ചെയ്യാനൊക്കെ വരാറുണ്ട്. ജെറുസലേമിൽ നിന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പോവുക എന്നുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വിളിക്കാൻ റേഞ്ച് കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2-3 വീഡിയോ ചെയ്തേക്കുന്നത്, പല ഗേറ്റിൽ കൂടെ എങ്ങനെ പോകാമെന്നുള്ളത്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, കോട്ടമതിൽ കണ്ടോ, എത്ര വർഷങ്ങൾ പഴക്കമുള്ളതെന്നറിയാമോ? ഈ കോട്ടമതിലിൻ്റെ ചുറ്റും ഒരു വീഡിയോ എടുത്തിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാധിച്ചാൽ ഞാൻ അത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ ഒരു 8 ഗേറ്റുകളുണ്ട് ഇവിടെ ഈ കോട്ടമതിലിന് ചുറ്റുമായിട്ട്. ആ 8 ഗേറ്റുകളുടെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാധിക്കുമെങ്കിൽ അത് ചെയ്യും. എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.